അയോധ്യ തോ ജാക്കി ഹെ, കാശി മധുര ബാക്കി ഹെ. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇത്. ഇന്ത്യയിലെ 3000 മസ്ജിദുകളുടെ ലിസ്റ്റ് VHP തയ്യാറാക്കിയിരുന്നു. ഇന്ന് ഏത് ആരാധനാലയത്തിനു മേലും അവകാശവാദം ഉന്നയിക്കപ്പെടാവുന്ന സ്ഥിതിയാണ്. അത് സംഭലിലാണെങ്കിലും അജ്മീർ ദർഗയിലാണെങ്കിലും. ആരാധനാലയ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് കീഴ്ക്കോടതികൾ വിവേചനരഹിതമായി ഇത്തരം അവകാശവാദങ്ങൾ ഉൾപ്പെടുന്ന ഹർജികൾ സ്വീകരിക്കുകയാണ്. പുതിയ അവകാശവാദങ്ങൾക്ക് പിന്നിൽ എന്താണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി മുസ്ലിം ലീഗ് വക്താവ് ഷിബു മീരാൻ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ. ആദ്യം ഷിബുവിലേക്ക്. ഷിബു, ഈ സംഭലിലെ നിലവിലെ സ്ഥിതി എന്താണ്? എന്നോടാണോ ജിംസ്? അതെ. സംഭലിൽ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതിനിധികളൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ MP-മാർ അവിടെ പോകാൻ ശ്രമം നടത്തിയിരുന്നു. അവിടെയുള്ള നമ്മുടെ സഹപ്രവർത്തകരുമായും അവിടുത്തെ ആളുകളുമായും നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാം ജിംസ്, അവിടുത്തെ ഗവൺമെൻറ് 2 രൂപത്തിലാണ്. അവരിപ്പോൾ ഇതുവരെ കേൾക്കാത്ത ഒരു തിയറി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോലീസ് ആ ആൾക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുന്നതിൻ്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു വിഭാഗത്ത് വരുന്ന വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉത്തർപ്രദേശിലെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ UP തന്നെ പൗരത്വ സമരകാലത്ത് 21 പേർ വെടിയേറ്റു മരിച്ച ഒരു സംസ്ഥാനമാണ്. ഈ സംഭൽ നഗരത്തിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ഓളം ആളുകൾ വെടിയേറ്റു മരിച്ചിരുന്നു. ഇപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലും അവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട 5 ആളുകൾ വെടിയേറ്റു മരിച്ചപ്പോൾ അവിടുത്തെ പോലീസ് പറയുന്ന ഒരു ന്യായം, ഞങ്ങൾ നിറയൊഴിച്ചിട്ടില്ല എന്ന പച്ചക്കള്ളം ഇവർ പറയുന്നു. രണ്ടാമത് ഇവർ പറയുന്ന ഒരു കാര്യം, അവിടുത്തെ BJP ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നിതിൻ അഗർവാൾ എന്നാണ്. കേട്ടാൽ അജിംസ് നമുക്ക് കൗതുകം തോന്നുന്ന ഒരു തിയറി അവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ MP ആയിട്ടുള്ള സിയാവുർ റഹ്മാൻ ബർക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവിടെ MLA ആയിട്ടുള്ള സൊഹൈൽ ഇക്ബാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവർ 2 പേരും സമാജ്വാദി പാർട്ടി നേതാക്കന്മാരാണ്. പക്ഷെ ഒരു സവിശേഷത, ഈ സിയാവുർ റഹ്മാൻ ബർക്ക് അവിടുത്തെ തുർക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഈ സുഹൈൽ ഇക്ബാൽ അവിടുത്തെ പത്താൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി, അഥവാ സമാജ്വാദി പാർട്ടിക്കകത്തെ ആഭ്യന്തര തർക്കത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു എന്ന കേട്ടാൽ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം ഇവർ പറയുന്നു. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടുന്ന ചില കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ഇതടക്കം ഇപ്പോൾ UP തന്നെ 2 പള്ളികളുടെ വിഷയം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ വിഷയം വന്നു, ഇപ്പോൾ സംഭലിലെ പള്ളി വരുന്നു, മധുരയിലെ പള്ളി. ഈ 3 മസ്ജിദുകളുടെ തർക്ക വിഷയം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നമുക്കറിയാം, അത് സബ്ജുഡീസ് ആയ വിഷയമാണ്, 2 വിഭാഗങ്ങൾ തർക്കമുന്നയിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ ശരിതെറ്റുകളിലേക്ക് നമുക്ക് ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളിലേക്കും പിന്നീട് വരാം. എന്നാൽ UP-യിലെ ഗവൺമെന്റ് അതിനകത്ത് നിഷ്പക്ഷമായ ഒരു റോൾ എടുക്കേണ്ട ഗവൺമെന്റാണ്. അങ്ങനെ വേണമെന്നാണ് ജനാധിപത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ UP മുഖ്യമന്ത്രി ഗ്യാൻവാപ്പി മസ്ജിദിനെ കുറിച്ച് പറഞ്ഞത് തൃശൂൽ മസ്ജിദ് കെ അന്തർ ക്യാ കർ രഹാ ഹൈ എന്നാണ്. തൃശ്ശൂരത്തിന് പള്ളിയുടെ ഉള്ളിൽ എന്താണ് കാര്യം? രണ്ടാമത് പറയുന്നത് വോ മസ്ജിദ് കാ ദീവാരെ ചില്ലാ ചില്ലാക്കർ കേരേക്ക് മേ ഏക് മന്ദിർ ഹോ. ആ പള്ളിയുടെ ചുവരുകൾ കരഞ്ഞുകൊണ്ട് പറയാണ് എന്ത്, ഞാൻ ഒരു ക്ഷേത്രമാണെന്ന്. എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, വളരെ കൃത്യമായി ആ സംസ്ഥാനം ഭരിക്കുന്ന BJP ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ഒരു അജണ്ടയുണ്ട്. അവരുടെ കൂടി ആശീർവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചരിത്രം കുഴിച്ചു നോക്കി വർത്തമാനകാലത്ത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന നെറികെട്ട രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ബുൾഡോസർ രാജിന്റെ, നിരപരാധികളുടെ വീടിടിച്ച് തകർത്തതിന്റെ ബ്ലാക്ക് റെക്കോർഡ് കഴിഞ്ഞ ഏതാണ്ടൊരു 8 വർഷക്കാലമായി നിരന്തരം അവകാശപ്പെടാൻ കഴിയുന്ന, കുറ്റാരോപിതരായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, അവരുടെ പോലീസ് ആ ജനങ്ങളെ നിശബ്ദരാക്കുന്നു. അവർ വെടിയേറ്റ് മരിച്ച കേസിൽ അവരെ തന്നെ പ്രതികളായി ചേർക്കുന്നു, അവരുടെ ജനപ്രതിനിധികളെ പ്രതികളായി ചേർക്കുന്നു, അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കൊക്കെ അവിടേക്ക് പ്രവേശനം നിഷേധിച്ച് ഒരപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ആ നഗരവും
ഉത്തർപ്രദേശ് സംസ്ഥാനവും ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമായ അന്വേഷണം ഇതിനെക്കുറിച്ച് നടക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 8 വർഷമായി നടക്കുന്നത് ഏകപക്ഷീയമായ പോലീസിന് ഉപയോഗിച്ചിട്ടുള്ള ഒരർത്ഥത്തിലുള്ള ജനോസൈഡാണ്. ബുൾഡോസർ രാജിന്റെ വെടിവയ്പ്പിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. യോഗി ആദിത്യനാഥിന്റെ ഈ ഭീകര ഭരണകൂടത്തിന്റെ കൈപിടിച്ചു കെട്ടാനുള്ള കരുത്ത്, അതിനുവേണ്ട ജാഗ്രത രാജ്യത്തെ ജനാധിപത്യം, രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവ പരമ്പരകളിലെ അവസാനത്തേത് മാത്രമാണ് സമ്പൽ എന്നാണ് അജിംസിന്റെ ആ ചോദ്യത്തിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷാബു പ്രസാദ്, ഈ സമ്പലിലെ കോടതി നിയോഗിച്ച കമ്മീഷന്റെ സർവേ തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. അടുത്ത സിറ്റിംഗ്, ഈ കേസിലെ സിറ്റിംഗ് ഇനി വരാൻ പോകുന്നത് ജനുവരി 8-ാം തീയതിയോ മറ്റോ ആണ്. ഈ സമയത്തിനുള്ളിൽ വെടിവയ്പ് നടന്ന തൊട്ടുടനെയാണ് ലോകപ്രശസ്തമായ, ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ അജ്മീർ ദർഗ, അതിൽ അവകാശവാദം ഉന്നയിച്ച് കുറച്ച് പേർ കോടതിയെ സമീപിച്ചത്. കോടതി അത് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ 3000 പള്ളികളുടെ ലിസ്റ്റ് പണ്ട് VHP പുറത്തുവിട്ടിരുന്നു. ഇതൊക്കെ അതിനുശേഷം ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയെ കഴിഞ്ഞപ്പോൾ RSS മേധാവി ഗ്യാൻവാപ്പി പള്ളിയുടെ ആ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് എല്ലാ പള്ളിയുടെ അടിയിലും പോയി ശിവലിംഗം തപ്പരുത് എന്ന് അദ്ദേഹത്തിന് വാൺ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതുകൊണ്ട് പോലും കോടതിയുടെ സ്റ്റേ കൊണ്ടോ അല്ലെങ്കിൽ കോടതികളുടെ നിലപാട് കൊണ്ടോ RSS മേധാവിയുടെ ശാസനം കൊണ്ടോ പോലും ഇത്തരം ഹർജികളെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. ഇതിപ്പോഴൊരു കുടം തുറന്നുവിട്ട ഭൂതമായോ? RSS മേധാവിക്ക് ആ സംഘപരിവാറിനോട് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സംഘപരിവാർ മാത്രമേ ആ രീതിയിൽ അദ്ദേഹം അതിൻ്റെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ലോകത്തെല്ലാവരും ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ ആര് ചെയ്യുന്നതിനും RSS മേധാവി രാഷ്ട്രീയ സ്വയംസേവക സംഘവും സമാധാനം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അജിംസ ശരിയാവുക? ശ്രീരാമസേന എന്നോ ഹിന്ദുസേന എന്നോ അങ്ങാണ്ട് പറഞ്ഞാൽ കുറേ ഹൂളിഗൻസാണ് ഈ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. പണ്ട് ഡൽഹിയിലെ CPM ഓഫീസിലെങ്ങാണ്ട് ഇടിച്ചു കയറി പ്രശ്നം ഉണ്ടാക്കിയതും അങ്ങനെയുള്ള ഏതോ ഒരു ടീമാണ് ഈ അജ്മീർ ദർഗയുടെ കാര്യത്തിൽ ഇപ്പം കോടതി പോയിട്ടുള്ളതും കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളതും. ഇതിന് RSS എന്ത് പഴിച്ചു? അതിൻ്റെ അത് ഹിന്ദു എന്നുള്ളൊരു പേരുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രീരാമൻ എന്നുള്ളൊരു പേരുള്ളതുകൊണ്ടോ അതിന് RSS സമാധാനം പറയണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അത് നടക്കുന്ന കാര്യമല്ലല്ലോ, അത് പറ്റൂലല്ലോ. അത് മറ്റൊന്ന്, ഈ സംഭാലിലെ ഇഷ്യൂ ആദ്യം മനസ്സിലാക്കുക. ഈ സംഭാൽ, ഈ മസ്ജിദ് എന്ന് പറയുന്നത് 1920 സ്വാതന്ത്ര്യത്തിനൊക്കെ എത്രയോ മുമ്പ്, 104 വർഷങ്ങൾക്ക് മുമ്പ് ASI പൗരാണിക സ്മാരകങ്ങളുടെ ലിസ്റ്റ് ചെയ്ത് അവരുടെ സംരക്ഷണം, അവരുടെ അതോറിറ്റിയിലുള്ളതാണ്. ഈ ASIയുടെ അങ്ങനെ പൗരാണിക സ്മാരകങ്ങളുടെ ലിസ്റ്റിലുള്ള ഇതേപോലുള്ള ക്ഷേത്രങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ എവിടെയും കണ്ടേ ആരാധന നടക്കുന്ന സ്ഥലമാണെങ്കിൽ ആ ആരാധന എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിലോ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഓൾട്ടറേഷനും അവർക്ക് അധികാരമില്ല. അത് ഒരു റിപ്പയറിങ് പോലും ASIയുടെ മേൽനോട്ടത്തിൽ ASI തന്നെ ചെയ്യണം എന്നുള്ളതാണ് നിയമം. എന്നാൽ ASI ഇവിടെ സുപ്രീം കോടതിയിലൊരു അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡാവിറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, അവിടെ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഈ സംഭാൽ മസ്ജിദിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള ഓൾട്ടറേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോഴാണല്ലോ ഈ ഇഷ്യൂ ഉണ്ടായത്, ഈ അഭിഭാഷക പരിഷത്ത് കമ്മീഷനെ തടഞ്ഞ ഇഷ്യൂ ഉണ്ടായത്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ASIയുടെ അണ്ടറിലുള്ള ASIയുടെ അതോറിറ്റിയിലുള്ള അവിടെ പരിശോധിക്കാനായിട്ട് ASI അവിടെ ചെന്നപ്പോൾ, ഓഡിറ്റിങ്ങിന് ചെന്നപ്പോൾ ആ ASI അധികൃതരെയും ഇതേപോലെ തന്നെ തടഞ്ഞു. അവരെ പരിശോധനയ്ക്ക് അനുവദിച്ചില്ല. അവരുടെ അന്നേരത്തെയുള്ള ഇൻഫറൻസ് വെച്ചിട്ടാണ് അവർ ഈ റിപ്പോർട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ നിയമവിരുദ്ധമായ രാജ്യത്തെ, അതായത് പൗരാണിക സ്മാരകങ്ങളുടെ കാര്യത്തിലുള്ള രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പലതും ഇവിടെ ഈ സംഭാലിൽ നടന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കയറുന്നേ ഇല്ല. മറ്റേ എതിർ പാർട്ടിക്ക് അവർക്ക് അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഉന്നയിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അവർ ഉത്തർപ്രദേശ് ഹൈക്കോടതിയിലേക്ക് പോകൂ, അവർ പറയുന്നത് കേൾക്കൂ, അത് കഴിഞ്ഞിട്ട്
ഇതിലേക്ക് പോകാം. അതെന്നാൽ ജനുവരി 6 ജനുവരി 8 മറ്റോ ആണ് സംഭവം. ഇങ്ങനെയൊക്കെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി തീരുമാനിക്കട്ടെ. ഇനിയിപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കേണ്ടതും അതിനനുസരിച്ച് തീരുമാനങ്ങളിലെത്തേണ്ടതും ഇപ്പം ഞാനോ അജിംസോ മീഡിയ വണ്ണോ ഇവിടെ ഇരിക്കുന്നവരോ ആരുമല്ല. അത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയാണ്. അവരെത്തുന്ന തീരുമാനം ആർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് അനുസരിക്കാനും സ്വീകരിക്കാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണത്. അതിന് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സൗകര്യമുള്ള വിധി വരുമ്പോൾ, നിഗമനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ, അപ്പോൾ അത് മഹത്തായ ജനാധിപത്യ സംരക്ഷണ കോടതിയും, അല്ലാത്തപ്പോൾ അത് ഈ സംഘപരിവാർ അടിമകളായ കോടതിയും എന്നുള്ള നിലപാട് അത് ഇരട്ടത്താപ്പാണ്. അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ ഈ അജ്മീർ ദർഗയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരോ കൊണ്ടുപോയി കൊടുത്തു, ഇവരാരോ കൊണ്ട് കൊടുത്തു. അതിന് കോടതി ഫയലിൽ സ്വീകരിച്ചു. അത് കോടതിയുടെ വിവേചനാധികാരമാണ്. ഫയലിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് അന്തിമമാണെന്നൊന്നുമല്ല. കാശ്മീർ ദർഗയുടെ മുകളിൽ അവകാശവാദവുമായി നാളെ ഇനിയും സംഘപരിവാർ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതൊന്നുമല്ല. അതൊന്നും ഇപ്പം വെറുതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടും ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ അജ്മീർ ദർഗയുടെയും താജ്മഹലിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെ അവിടെ നിൽക്കും. അതിൻ്റെ ആ എല്ലാ പ്രാധാന്യത്തോടും കൂടിയും അവിടെ നിൽക്കും. വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനൊക്കെ ഉള്ള മറുപടിയാണ്. ഷാഹു പ്രസാദ്, ഈ VHP പണ്ട് തയ്യാറാക്കിയ 3000 പള്ളികളുടെ ലിസ്റ്റൊക്കെ ഫ്രീസറിലാണ്. എനിക്കറിയില്ല. എനിക്ക് ആ 3000 പള്ളിയുടെ ലിസ്റ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയേയില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞ് അത് 3000, 4000, 5000 ഒക്കെ ഉണ്ടാകും. എനിക്കറിയില്ല ആ 3000 പള്ളിയുടെ ലിസ്റ്റും കാര്യങ്ങളും ഒന്നും. ഞാൻ എന്തായാലും VHPയുടെ ഭാഗമൊന്നുമല്ല. ഇനി അവരുടെ ഫ്രീസറിലാണോ, അടുപ്പത്താണോ, അട്ടത്താണോ, അയലിൽ ഉണങ്ങാനിട്ടിരിക്കുകയാണോ, അതൊക്കെ നിങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ സംഭലിലെ കാര്യം തന്നെ എടുത്താൽ ഇപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് ചൂണ്ടിക്കാട്ടുന്ന ASI ഈ കീഴ്ക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അഫിഡവിറ്റിൽ പറയുന്നത് പല ഘട്ടങ്ങളിൽ ASI ഓഫീഷ്യൽസിൻ്റെ സർവേ ഇവിടെ പള്ളി കമ്മിറ്റി തടഞ്ഞിരുന്നു. അതിൽ ഒരു പൗരാണിക മോന്യുമെൻ്റ് എന്ന നിലയിൽ അതിലെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ തടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അവിടെ സർവേ നടത്തിയതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഈ കീഴ്ക്കോടതി അറിയിച്ചിട്ടുണ്ട്. അത് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഹർജിയുമായി പ്രൊസീഡ് ചെയ്യുന്നതിന്, ഉദാഹരണത്തിന് കമ്മീഷനെ നിയോഗിക്കുന്നതിന് കോടതിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ASIക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ് ആണല്ലോ. ASI ടീം അവിടെ അന്വേഷണം നടത്താൻ വരുമ്പോൾ അല്ലെങ്കിൽ സർവേ എടുക്കാൻ വരുമ്പോൾ അതിൽ പ്രതിരോധം ഉണ്ടായി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു നേച്ചർ, ഈ രീതിയിലുള്ള പെറ്റീഷൻസ് ഫയൽ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നേരത്തെ സംസാരിച്ച ഷാബു പ്രസാദ് പറയുകയാണ് അദ്ദേഹത്തിന് അറിയില്ല വലതുപക്ഷ തീവ്രവാദ സംഘടനകളുണ്ടെന്ന് പറയുന്നു. ഇതാണ് ഫാസിസത്തിൻ്റെ സ്വഭാവം. ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഭരണഘടനയെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രധാനമന്ത്രി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നു, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഭരണഘടനയുടെ ആദ്യത്തെ എന്താണ് പ്രിയാമ്പിളിൽ പറയുന്നത് ഫ്രറ്റേണിറ്റി, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസും ഇവിടെ സാഹോദര്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണല്ലോ ഭരണഘടനയുടെ ഒരു പ്രധാന പ്രിയാമ്പിളിൽ പറയുന്ന ആമുഖത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു സാഹോദര്യമാണോ ഇവിടെ UP ഗവൺമെൻറ് എൻഷുർ ചെയ്തത്? അവിടെ എന്തായിരുന്നു വെടിവെപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ? 500 വർഷമായിട്ട് ആരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ കോടതി ഉത്തരവായിക്കൊള്ളട്ടെ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ വെച്ച് എന്താണ് അവിടെ തെളിയിക്കാൻ പോകുന്നത്? ഇത് പള്ളിയല്ല, ആരാധനാലയത്തിൻ്റെ സ്ഥിതി 1991 നിയമം പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടായിരുന്ന തൽസ്ഥിതി തുടരണം എന്നാണ് ആ നിയമം പറയുന്നത്. ആ നിയമം വളരെ പരിപാവനമാണ്. അത് ഇന്ത്യയുടെ സെക്കുലറിസം ഉയർത്തിപ്പിടിക്കാനാണ്. സെക്കുലറിസം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണെന്നാണ് അയോധ്യ വിധിയിൽ 5 അംഗ ബെഞ്ച് പറയുന്നത്. അതിനുശേഷം ഗ്യാൻ വാബിയിൽ ഒരു തർക്കം വരുന്നു. ഇവിടെ ശിവക്ഷേത്രം, അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് പേര് വന്നിട്ട് പെറ്റീഷൻ ചെയ്യുന്നു. അത് ഇതുപോലെ ഭരണത്തിലിരിക്കുന്നവർ ഒഴിഞ്ഞു മാറും. അവർ പറയും ഇത് ഞങ്ങളല്ല, വേറെ ഏതോ കക്ഷികളാണെന്ന് പറയും. വന്നിട്ട് കേസ് വരുന്നു, കോടതി സർവേ ഓർഡർ ചെയ്യുന്നു. സുപ്രീം കോടതി വരുമ്പോൾ
ഈ ജഡ്ജ്മെൻ്റ് എഴുതിയ ആ ബെഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് പറയുകയാണ് അതെ തൽസ്ഥിതി തുടരണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ അന്നത്തെ ആരാധന എന്താണെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും ഒരു സർവേ നടത്താമെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ഭൂതത്തെ തുറന്നു വിട്ടിട്ട് ആ സുപ്രീം കോടതി അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഇന്ത്യയിലെ ഇനി വേറൊരു ആരാധനാലയത്തിൽ അയോധ്യയുടെ കേസ് തീർപ്പാക്കിയതിന് ശേഷം വേറെ ഒരു ആരാധനാലയത്തിലും ഇതുപോലുള്ള തർക്കങ്ങൾ നിൽക്കില്ല. കാരണം നിയമത്തിൽ അയോധ്യയുടെ ബാബറി മസ്ജിദ് രാം ജന്മഭൂമി ഇഷ്യൂവിന് ഒരു എക്സംഷൻ കൊടുത്തിരുന്നു. അത് മാത്രം ആ നിയമത്തിൽ എക്സെപ്റ്റ് ചെയ്തിരുന്നു. ബാക്കി ഒരു ആരാധനാലയത്തിൻ്റെയും സ്റ്റാറ്റസ് കോ അത് 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു ആ സ്ഥിതി തുടരണമെന്നുള്ളതാണ്. അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗ്യാൻവാബിയുടെ കേസ് വന്നപ്പോൾ അത് കോടതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചത്. ഇപ്പോൾ വീണ്ടും സംഭാലിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഒരു വെടിവെപ്പുണ്ടായി, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് പേര് മരിക്കുന്നു. ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല. ഇതിവിടെ ജീവിക്കുന്ന ഓരോ പൗരനും പിന്നെ മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും ഒക്കെ ഉപരിയായിട്ട് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇതിൽ നമ്മളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ സിറ്റിസൺസും ഇതിൽ ഭാഗഭാക്കാണ്. ഇവരെല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി കുറച്ച് എം പിമാർ അവിടെ നിന്ന്, നിങ്ങൾ നേരത്തെ ആ വിഷ്വൽസ് കാണിച്ചിരുന്നല്ലോ, അവരെ അങ്ങോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല. രാജ്യസഭയിൽ എന്ത് കാര്യം, രാജ്യത്തുള്ള എന്ത് കാര്യവും ഡിസ്കസ് ചെയ്യാൻ പാർലമെൻറ്റിലാണ് ഫോറം എന്ന് പറയുന്നത്. രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റ് ഈ ചോദ്യം ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മണിപ്പൂർ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? സംബാൽ വിഷയത്തിൽ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ RSS ചീഫിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇനി എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം ഉണ്ടോ എന്ന് അന്വേഷിക്കരുത്. RSS ചീഫ് എന്തെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ ഇവിടെ സമാധാനത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി ജീവിക്കേണ്ട ഒരു നാടാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമായിട്ട് വിഭാവനം ചെയ്താണല്ലോ നമ്മൾ ഇത്ര നാൾ ജീവിച്ചത്. അതിനെപ്പറ്റി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണത്തിലിരിക്കുന്നവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സാഹോദര്യമാണ്, അത് സെക്കുലറാണ്. ഇതിനകത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ തുല്യ അവകാശം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അതിനകത്തൊരു സർവേ നടത്തേണ്ട ആവശ്യം? സുപ്രീം കോടതി ഭാഗ്യവശാൽ ഹൈക്കോടതി പോകുന്നത് വരത്തേക്ക് ഈ കീഴ്ക്കോടതിയുടെ പ്രൊസീഡിങ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ചെയ്യേണ്ടിരുന്നത് ഇന്ത്യയിലെമ്പാടും ഇതുപോലുള്ള ലിറ്റിഗേഷൻ, ഇതെല്ലാം ഫ്രിവലസ് ആയിട്ടുള്ള ലിറ്റിഗേഷനാണ്. ISRO ഇവിടെ ഉപഗ്രഹം അയക്കുന്നു. ഇന്ത്യ ഒരു വശത്ത് സയൻറ്റിഫിക് ആയിട്ട് വലിയ പ്രോഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും അതിൻ്റെ ഭാഗഭാക്കാവേണ്ടതില്ലേ? ഇവിടെ ബാക്കി കമ്മ്യൂണൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പോലുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മൈനോറിറ്റി ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, അവർ മതത്തിൻ്റെ പേരിലായിക്കോട്ടെ ഭാഷയുടെ പേരിലായിക്കോട്ടെ അവർക്ക് തുല്യ അവകാശം ഉണ്ടെന്നുള്ള തോന്നൽ വേണ്ടേ? ഇവിടെ അവരെ ഒരു നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയത്ത് കുറച്ചുപേരെ പിണക്കാൻ വേണ്ടിയാണ്, വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സ്റ്റാൻഡാണ് ഭരണത്തിലിരിക്കുന്നവരെടുക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ RSSന് ഇതിൽ പങ്കില്ലെങ്കിൽ അദ്ദേഹം പറയണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹിന്ദുക്കൾ എതിർക്കണമെന്ന് പറയണ്ടേ? ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, അതൊന്നും മിണ്ടുന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധനും ഗാന്ധിജിക്കും ഒക്കെ ജന്മം കൊടുത്തൊരു നാടാണ്. ഇവിടെ ലോകത്തിന് മാതൃകയായിരുന്ന ഒരു സാമൂഹ്യ സഹവർത്തിത്വം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന പോലുള്ള കമ്മ്യൂണൽ, ഇപ്പോൾ ബംഗ്ലാദേശിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രൊട്ടസ്റ്റ് ചെയ്തു, അവിടെ ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. അവിടുത്തെ ഇസ്കോണിൽ ചീഫിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ കണ്ടം ചെയ്തു. കാരണം അത് അവിടുത്തെ ഹൈക്കോടതി ഇസ്കോണിനെ ബാൻ ചെയ്യണമെന്നുള്ള കേസ് തള്ളിക്കളഞ്ഞു. ഇന്ത്യയുടെ സുപ്രീം കോടതി അതുപോലെ ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും, നമ്മൾ മതേതര രാജ്യമാണ്, മതേതര രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശമുണ്ട് എന്നും വളരെ ശക്തമായിട്ട് പറയേണ്ട ഒരു സന്ദർഭമാണിത്. മാത്രമല്ല ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് പെട്ടെന്ന് ഇത് കലുഷിതമാക്കാം എന്ന് വിചാരിച്ചാൽ അവർക്ക് അവർ തെറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും സെക്കുലറിസത്തിന് വേണ്ടി നിൽക്കുന്നു നമ്മൾ ഉറക്കെ പറയേണ്ട സമയമാണ്. കേരളത്തിൽ ഇത് ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വളരെ കമ്മ്യൂണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാൻവാപ്പി മസ്ജിദിന്റെ കേസിൽ അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രത്യേകിച്ചും പിന്നീട് ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡിന്റെ ഒരു വാക്കാൽ പരാമർശം, അതേക്കുറിച്ചാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. ഒരു ആരാധനാലയം നിൽക്കുന്നുണ്ടെങ്കിൽ ആരാധനാലയത്തിന്റെ ആരാധനയുടെ സ്വഭാവം, അതിൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടെത്തുന്നതിൽ സർവേ നടത്തുന്നത് തെറ്റില്ല എന്ന് അദ്ദേഹം വാക്കാൽ പരാമർശിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് വാക്കാൽ പരാമർശമാണെങ്കിലും കീഴ്ക്കോടതികൾക്കൊരു മെസ്സേജ് പോലെയാണ് പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ. ഇപ്പോൾ സംഭലിലാണെങ്കിലും ഇപ്പോൾ അജ്മീറിലാണെങ്കിലും അതൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ ആ ഒരൊറ്റ പരാമർശത്തെ കൊണ്ട് നിരവധി ക്ലെയിമുകൾ ഇത്തരത്തിൽ ഉയർന്നു വരികയാണ്. ആ പരാമർശം യഥാർത്ഥത്തിൽ കീഴ്ക്കോടതികൾക്കുള്ളൊരു മെസ്സേജായി മാറിയോ?
പരാമർശം മാത്രമല്ല, സുപ്രീം കോടതി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം ധൈര്യമുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ തന്നെ ഭാഗമായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ്, 5 അംഗ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ്, അത് സുപ്രീം കോടതിക്ക് ബൈൻഡിങ് ആണ്. അതിനേക്കാളും അംഗബലം കുറഞ്ഞ ഒരു ബെഞ്ചിന് ഈ 5 അംഗ ബെഞ്ച് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വേറൊരു ആരാധനാലയത്തിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ തുറന്നു ഇതിനെപ്പറ്റി വീണ്ടും ഓപ്പൺ അല്ല. പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ സെക്കുലർ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്. അതിൽ പറയുന്നതനുസരിച്ച് തൽസ്ഥിതി തുടരണമെന്ന് അയോധ്യ ജഡ്ജ്മെൻറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ എഴുതിയതിനോട് കുറഞ്ഞ പക്ഷം ധൈര്യമായിട്ട് ഈ ജഡ്ജ്മെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പുതിയ കേസുകൾ നിൽക്കുന്നില്ല എന്ന് പറയേണ്ടിയിരുന്നു, സ്റ്റേ ചെയ്യേണ്ടിയിരുന്നു. ഇങ്ങനെയുള്ള ഫ്രിവലസ് ആയിട്ടുള്ള ലിറ്റിഗേഷൻ അവിടെ തന്നെ തീർക്കേണ്ടിയിരുന്നു. അത് സുപ്രീം കോടതി ചെയ്തില്ല. വാക്കാലുള്ള ഒബ്സർവേഷൻ അല്ല, കോടതി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അത് അവിടെ വലിയൊരു വീഴ്ചയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫെയിൽ ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ജനങ്ങൾ ഇത് അറിയാനുള്ള അവകാശമുണ്ട്. നേരത്തെ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ല, ജനങ്ങൾക്ക്, മീഡിയയ്ക്ക്, ജനങ്ങൾക്കൊക്കെ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കോടതി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, നീതിപൂർവമാണെന്ന് തോന്നുക കൂടി വേണം ജനങ്ങൾക്ക്. അങ്ങനെയാണ് അതിന് ആക്സെപ്റ്റബിലിറ്റി വരുന്നത്. അതിനെ ഫെയർ ക്രിറ്റിസിസം പറ്റും. ജഡ്ജ്മെൻറ്റ് കോടതികളുടെ വിധികളെ ഫെയർ ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം. യുക്തിപൂർവ്വം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ഓരോ ആരാധനാലയം എടുത്തിട്ട് ഇത് ഇപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് 400 വർഷമായി 500 വർഷമായിട്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനാലയത്തിൽ പോയിട്ട് അവിടെ ഒരു സർവേ നടത്തണം. ഇത് നേരത്തെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല ഹിന്ദു ടെമ്പിൾസും അത് നേരത്തെ ബുദ്ധിസ്റ്റ് ആരാധനാലയങ്ങളായിരിക്കാം, ചിലപ്പോൾ ജൈനരുടെ ആരാധനാലയങ്ങളായിരിക്കും. ഇതെല്ലാം തുറന്നു കൊടുക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു ഭൂതത്തെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ആർക്കും കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥ വരും. ചില ഫ്രിഞ്ച് എലമെൻറ്റ്സ്, ചിലപ്പോൾ ഫ്രിഞ്ച് എലമെൻറ്റ്സ് ആയിരിക്കും, ചിലർക്ക് ഭരണത്തിലിരിക്കുന്നവരെ സപ്പോർട്ടോടു കൂടിയായിരിക്കും. അങ്ങനെയുള്ളവർ നിയമം കയ്യിലിട്ടെടുക്കുകയും ഒരു കംപ്ലീറ്റ് കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയും ചെയ്യും. അത് തടയാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്, ജനങ്ങൾക്കും ഉണ്ട്. പാർലമെന്റ് ജനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന സഭയാണ്. അവിടെ അത് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എവിടെയാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ടത്? തെരുവിലല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. ഭരണഘടനാപരമായ മാർഗം എന്ന് പറയുന്നത് പാർലമെന്റിൽ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ശരി, ശ്രീ ഷിബു മീരാൻ, ഈ സംഭവത്തിൽ, ഈ വെടിവയ്പ്പുണ്ടായ സംഭവത്തിൽ ജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിച്ചു, ആ കലാപം ഓർഗനൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ MP ക്കും MLA യുടെ മകനെതിരെയൊക്കെ കേസെടുത്തത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ MP ആ സംഭവം നടക്കുന്ന സമയത്ത് സംഭല്ലേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ അഭിഭാഷക കമ്മീഷൻ വരുന്നത് തന്നെ ആദ്യം അഭിഭാഷക കമ്മീഷൻ നിയോഗിച്ച ഫസ്റ്റ് സർവേക്ക് വരുന്നത് നിയോഗിച്ച 5 മണിക്ക് നിയോഗിക്കുന്നു, വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും അവർ സംഭവ സ്ഥലത്ത് എത്തുന്നു. അന്നൊരു പ്രശ്നം ഉണ്ടായില്ല. രണ്ടാമത് വരുമ്പോൾ പ്രശ്നമുണ്ടാവാനുള്ള ഒരു കാരണം ഈ വിഷലിലുണ്ട്. ഹിന്ദി ഖബർ എന്ന് പറയുന്ന ഒരു ഹിന്ദി ചാനൽ അവർ ഷൂട്ട് ചെയ്തൊരു വിഷലാണ്. ആ വിഷൽ ഒന്ന് കാണാം നമുക്ക്. എങ്ങനെയാണ് അഭിഭാഷക കമ്മീഷൻ, അവിടെ ആയുധധാരികളായ പോലീസ് അവരുടെ കൂടെയുണ്ട്, അതിന് പുറകെ കുറേ ആളുകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇങ്ങനെയൊരു സീൻ ഉണ്ടാകുമ്പോൾ, ആ അഭിഭാഷക കമ്മീഷൻ വന്ന് പോകുന്നതിലൊന്നും പ്രശ്നമില്ല. ഇങ്ങനെയൊരു സീൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കുക, ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അജിംസ, ഇതാണ് ഞാൻ ഇതിനകത്ത് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അജിംസ ചൂണ്ടിക്കാണിച്ച ഈ ദൃശ്യങ്ങളുടെ ഷാബു പ്രസാദ് ഡിഫൻഡായി പറഞ്ഞ ചില കാര്യങ്ങൾ. രണ്ടാമത്തേത് ഇവിടെ പ്രശാന്ത് സാറ് പറഞ്ഞ നിയമപരമായ ചില കാര്യങ്ങൾ. ഇത് നമ്മൾ ഇത്തിരി ഗൗരവത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കി പോകണം. ആദ്യം ഞാൻ അതിലെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, ലീഗലായ ചില കാര്യങ്ങൾ കൂടി പറയാൻ എന്നെ അജിംസ അനുവദിക്കണം. ഇപ്പോൾ ആ വിഷ്വൽസിൽ നമ്മൾ കണ്ടല്ലോ അജിംസ, ഇതിപ്പോൾ ഒരു പുതിയ മോഡസ് ഓപ്പറാൻഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ അദ്ദേഹം എടുത്തൊരു ഡിഫൻസ് കണ്ടല്ലോ, ഇത് കുറേ ഹൂളിഗൻസ് ആണ്. ഇപ്പോൾ പറയും ഈ ജയശ്രീറാം വിളിച്ചതും കുറെ ഹൂളിഗൻസ് ആണ്, അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ വളരെ ബോധപൂർവമാണ് UP-യിലെ തന്നെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും അതേപോലെ തന്നെ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ജനങ്ങളുടെ ജീവന്റെ സ്വത്തിന്റെ കാവൽക്കാരൻ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞാൻ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന് അതിന് കമന്റ് ചെയ്തില്ല. അനുബന്ധമായി ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഇപ്പൊ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ വിധി വരുന്ന സന്ദർഭത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അന്ന് യോഗി നടത്തിയ പ്രസംഗം ഇതാ: ശ്രീരാമക്ഷേത്രം പൂർണ്ണമായിരിക്കുന്നു, നന്ദി ഭഗവാൻ ആ ബാരിക്കേഡുകളൊക്കെ തകർത്ത് ഗ്യാൻവാപ്പി പള്ളിയുടെ അകത്ത് പോയിരിക്കുന്നു. ഇനി കനയ്യാലാൽ അഥവാ ശ്രീകൃഷ്ണൻ കാത്തിരിക്കുമോ? ശ്രീകൃഷ്ണൻ എത്രയും വേഗം ഷാഹി ഈദ്ഗാഹിനകത്തേക്ക് കൂടി പ്രവേശിക്കും എന്ന് വച്ചാൽ ഈ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ ഷാഹി ഈദ്ഗാഹിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട തർക്കങ്ങളിൽ BJP-യുടെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിച്ചാൽ 2 ചോദ്യങ്ങൾക്ക് ഷാബു പ്രസാദ് ഉത്തരം പറയേണ്ടി വരും. ഒന്നുകിൽ അദ്ദേഹത്തിന് RSS-ആയിട്ട് ബന്ധമില്ല, അത് പറഞ്ഞാൽ ഇവിടെ ഏൽക്കില്ല, നമുക്ക്
നമുക്കറിയാം ബന്ധം. അതല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് നേരത്തെ പറഞ്ഞ ഈ ഹൂളിഗൻസിന്റെ കൂട്ടത്തിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പാലിക്കാത്തവരുടെ ഗുണ്ടാപ്പടയുടെ നേതാവാണ് യോഗി ആദിത്യനാഥ് എന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. ഇത് നിഷ്കളങ്കമായ ഒരു സംഗതിയല്ല അജിംസ്. ഇപ്പൊ പറഞ്ഞില്ല, അജിംസ് എന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഒരു സർവേ ഇവിടെ കഴിഞ്ഞുപോയി. രണ്ടാമത്തെ സർവേയിൽ ഈ ജയശ്രീറാം വിളി മാത്രമല്ല, അവിടെ അംഗശുദ്ധി വരുത്തുന്ന ഒരു ചെറിയ ഒരു കുളമുണ്ട്. അതിൽ വെള്ളം മുഴുവൻ ഒഴുക്കി കളഞ്ഞ് അതിനകത്ത് പരിശോധന നടത്തി. നമ്മൾ ആലോചിക്കണം, ഈ ഗ്യാൻവാപ്പി മസ്ജിദിൽ അവിടുത്തെ ഒലൂഖാനയ്ക്കകത്ത് ഒരു ഫൗണ്ടൈനാണ്, പിന്നീട് ശിവലിംഗമാണ് എന്ന തർക്കം ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ BJP ഇപ്പോൾ സംഘപരിവാർ RSS ഒരു കാണാമറയത്ത് നിൽക്കുകയാണല്ലോ. ഇവിടെ പ്രശാന്ത് സാർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2019 അയോധ്യ കേസിലെ വിധി, അതിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ കുറിച്ച് പറഞ്ഞത് എ ലെജിസ്ലേറ്റീവ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊട്ടക്ട് ദ സെക്യുലർ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പൊളൈറ്റി എന്നാണ്. ആ നിയമത്തെ അപ്ഹെൽഡ് ചെയ്തു. ആ നിയമം എന്തിന് ഡിസൈൻ ചെയ്തതാണ്? ആ നിയമം ഉണ്ടാക്കുമ്പോൾ രാജ്യത്തെ പാർലമെന്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? ഈ രാജ്യത്ത് സമാധാനം നിലനിർത്തണം, ആരാധനകളുടെ പേരിലുള്ള തർക്കം ഈ നാടിന്റെ സ്വൈര്യം കെടുത്തരുത്, ഇനിയൊരു ബാബരി ഇവിടെ ആവർത്തിക്കപ്പെടരുത്. അതിനുശേഷം 4 കേസുകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ഗ്യാൻവാപ്പി മസ്ജിദിന്റെ വിഷയമുണ്ട്, മറ്റൊന്ന് മധുരയിലെ ഷാഹി ഈദ്ഗാഹിന്റെ പ്രശ്നമുണ്ട്, ഇപ്പോൾ സമ്പലുണ്ട്, അജ്മീർ ഉണ്ട്. ഇതൊന്നും കൂടാതെ മധ്യപ്രദേശിലെ കമാൽ മൗല എന്ന് പറയുന്ന ഒരു മസ്ജിദ്, അതാണ് ഞാൻ മോഡസ് ഒപ്രാൻഡിയെ കുറിച്ച് പറയാനാണ് ഞാൻ ആ മസ്ജിദിനെ കുറിച്ച് പറയുന്നത്. അജിംസെ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2023 സെപ്റ്റംബറിൽ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് ആ പള്ളിയുടെ കോമ്പൗണ്ടിനകത്തു നിന്ന് അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭയുടെ 4 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ സ്വയംഭൂവായ ഒരു സരസ്വതി വിഗ്രഹമുണ്ട് എന്ന് സ്വപ്നത്തിൽ വെളിപാടുണ്ടായി, ഞങ്ങൾ ആ വിഗ്രഹം കാണാൻ വന്നു എന്നാണ്. ഹിന്ദു പോസ്റ്റ് സംഘപരിവാറിന്റെ ഒരു മൗത്ത് പീസാണ് ഇന്ത്യയിലെ ഓൺലൈൻ ഇടത്തിൽ. അവരും പറയുന്നു അവിടെ അങ്ങനെ സ്വയംഭൂവായ ഒരു വിഗ്രഹം. നമുക്ക് ഓർമ്മയുണ്ട് 49 പിന്നീട് ഏതാണ്ട് 42 വർഷക്കാലം ഈ രാജ്യത്തിന്റെ സ്വൈര്യം കെടുത്തിയ ഒരുപാട് കലാപങ്ങൾക്ക് സാക്ഷിയായ ബാബറി മസ്ജിദിനകത്ത് ഇതുപോലെ സ്വയംഭൂവായ ഒരു വിഗ്രഹമാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഇത് ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ സംഘപരിവാറിന് ഒരു ക്രൈസിസ് ഉണ്ട് അജിംസ്. ഒരു ഡെസിഗ്നേഷൻ സിൻഡ്രോമത്തിന്റെ പ്രശ്നമുണ്ട്, അത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വിഭജനം സാധ്യമല്ല. അതുകൊണ്ട് പുതിയ ഇടങ്ങൾ തേടിപ്പിടിക്കുകയാണ് ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന സംഘപരിവാർ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, പ്രത്യക്ഷത്തിൽ ഇതിൽ രംഗത്ത് വരും. യോഗി ആദിത്യനാഥിന്റെ, ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഞാൻ നേരത്തെ കോട്ട് ചെയ്ത ഡോക്യുമെന്റഡ് ആയ, ഇവിടെ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വാക്കുകൾ അതിന്റെ തെളിവാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തൊരു പണ്ടാരപ്പെട്ടി DY ചന്ദ്രചൂഡ് ഈ ഗ്യാൻവാപ്പി പള്ളിയുടെ കേസിൽ പാലിച്ച മൗനത്തിലൂടെ ഖണ്ഡിതമായി ഇനിയൊരു സർവേ, ഇനിയൊരു തർക്കം ഉണ്ടാവരുത് എന്ന നിലപാട് സ്വീകരിക്കേണ്ടുന്നതിന് പകരം അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട്, ഞാൻ പറയുന്നു ഇത് 4-ലോ 5-ലോ ഒതുങ്ങുന്നതല്ല. താജ്മഹലിനെ കുറിച്ച് ഇവർക്ക് തർക്കങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏതൊരു മുസ്ലിം ദേവാലയവും ഏതൊരു ന്യൂനപക്ഷ ദേവാലയവും മുൻനിർത്തിക്കൊണ്ട് തർക്കങ്ങൾ ഉണ്ടാക്കാൻ ഈ നാടിന്റെ സമാധാനം കെടുത്തുന്ന ബാബറി പോലത്തെ ആയിരക്കണക്കിന് തർക്കഭൂമികൾ രാജ്യം മുഴുവൻ സൃഷ്ടിക്കാൻ സംഘപരിവാർ ഇത് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയം അറിയുന്ന ആർക്കും ഇവിടെ സംശയമില്ല. ഈ നല്ല പിള്ള കളിക്കുന്നവർ തന്നെയാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ്. ഒരു വെടിവയ്പ് ഉണ്ടായാൽ 5 പേർ മരിച്ചാൽ ഈ MP-മാരെ തടഞ്ഞതൊക്കെ പോട്ടെ അജിംസെ, പോലീസ് ഓഫീസറെ മാറ്റി നിർത്തിയിട്ട് നിഷ്പക്ഷമായ അന്വേഷണം എന്നൊരു നാട്ടു നടപ്പ് നമ്മളൊക്കെ കേൾക്കാറില്ല. UP-ന്ന് അങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ കൃത്യമാണ് ഈ വെടിവയ്പിന്റെ പിറകിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടർന്നു വരുന്ന അവിടുത്തെ യോഗി ഗവൺമെന്റിന്റെ അജണ്ടയുണ്ട്. അതിനാണ് അവർ പൗരത്വ സമരത്തെ നേരിട്ട രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ബുൾഡോസർ രാജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഇവിടെ ഒക്കെ പ്രവർത്തിക്കുന്നത് യോഗി ആദിത്യനാഥ് ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ BJP ഞാൻ ആവർത്തിച്ച് പറയുന്നു, BJP ഉയർത്തിപ്പിടിക്കുന്ന വലതുപക്ഷ അജണ്ടയാണ്. ഇവിടുത്തെ BJP-യുടെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉത്തോലകം BJP RSS ആണ്. ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇതിന്റെ വക്താക്കൾ അവരാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവരാണ്, ഇതിന്റെ ഗുണഭോക്താക്കളും അവർ തന്നെയാണ് ആവുക. ഈ നാടിനെ കുറിച്ച് ജാഗ്രതയുള്ളവർ ചെയ്യേണ്ടത് ഈ തർക്കങ്ങൾ, ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ പോകുന്ന ഈ തർക്കങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി 1991 ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കാനുള്ള സമ്മർദ്ദം ഇവിടുത്തെ ജുഡീഷ്യറിയുടെ മേൽ വരണം. അതോടൊപ്പം നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്റ് രൂപം കൊടുത്ത ഇപ്പോഴും നിലനിൽക്കുന്ന ഭേദഗതി ചെയ്തിട്ടില്ലാത്ത ആ നിയമം ഇന്ത്യയിൽ എവിടെയും കർശനമായി നടപ്പാക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ജാഗ്രത ഇവിടുത്തെ ജനാധിപത്യവും കാണിക്കണം. അതല്ലാതെ ഇത്തരം ന്യായങ്ങൾ പറഞ്ഞാൽ ഇത് വലിയ ആഭ്യന്തര ശൈഥില്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുമെന്ന് ഓർക്കുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. അജിംസ്, ശരി. അതിഥികളിലേക്ക് ശ്രീ ഷാബു പ്രസാദ്,
ഇതിന് തൊട്ടുപുറകെ അജ്മീറിലും ഈ അവകാശവാദം ഉന്നയിച്ചു വന്നപ്പോൾ അജ്മീറിൻ്റെ ദർഗാ ചീഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് 2022 മോഹൻ ഭാഗവതിൻ്റെ ആ പ്രസ്താവനയാണ്. 2022 മോഹൻ ഭാഗവത് അത് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഹിന്ദു സേന അത് സംഘപരിവാറിൽപ്പെട്ടതല്ല, അവരെന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുമ്പോൾ 5 പേര് വെടിയേറ്റ് മരിക്കുമ്പോഴെങ്കിലും RSS ചീഫ് പറയണം ഇത് പാടില്ല, ഈ ആളുകൾ ഇത് ഇങ്ങനെ ചെയ്യരുത് എന്നെങ്കിലും പറയണ്ടേ? അദ്ദേഹം മിണ്ടുന്നില്ല. എന്ന് മാത്രമല്ല BJPയോ പ്രധാനമന്ത്രിയോ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ അജ്മീർ ദർഗയുടെ കാര്യത്തിലാണെങ്കിൽ പ്രധാനമന്ത്രിമാർ ചാദർ കൊടുത്തുവിടുന്നൊരു സ്ഥലമാണത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ചാദർ കൊടുത്തുവിട്ട് അവിടുത്തെ ഉറൂസിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല അജ്മീർ ജാതിമത ഭേദമന്യേ ജനങ്ങൾ ആരാധിക്കുന്ന, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല എല്ലാവരും വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ പോലും ഈ ഇത്തരം ക്ലെയിം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ RSSന് അതിനോട് എതിർപ്പില്ല. അവർ വാ തുറന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നടത്തണ്ടേ? ജിംസിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷിബു മീരൻ്റെ ചോദ്യങ്ങൾക്ക് ഞാനൊന്നും മറുപടി പറഞ്ഞോട്ടെ. അയോധ്യ, മധുര, കാശി ഈ 3 സ്ഥലങ്ങളുടെ കാര്യം, അതായത് ഈ രാജ്യത്തെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രവും പുണ്യവുമായ 3 സ്ഥലങ്ങളാണിത്. അതായത് മുസ്ലിം സഹോദരങ്ങൾക്ക് മക്കയും മദീനയും പോലെ തന്നെ പവിത്രവും പുണ്യവുമായ 3 പ്രദേശങ്ങളാണ്, 3 സ്ഥലങ്ങളാണിത്. ഈ 3 സ്ഥലങ്ങൾ, ഈ 3 ഇടങ്ങളിലെ ഈ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ 1986 ഈ അയോധ്യ ബാബറി മസ്ജിദ് കേസ് ഏറ്റെടുക്കുമ്പോൾ ആ കാലത്ത് തന്നെ സംഘപരിവാർ വളരെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണത്. ഈ 3 സ്ഥലങ്ങളുടെ കാര്യത്തിൽ യോഗി ആദിത്യനാഥ് BJPയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം BJPക്കാരനാണ്, സംഘപരിവാർക്കാരനാണ്. അദ്ദേഹം സംഘപരിവാറിൻ്റെ നയവും അജണ്ടയും പറയില്ലേ ശ്രീ ഷിബു മീരൻ? അദ്ദേഹം വളരെ ക്ലിയറായിട്ടത് പറഞ്ഞു. സംഘപരിവാർ ഈ 3 സ്ഥലങ്ങളുടെ കാര്യത്തിൽ വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണത്. ഇത് അല്ലാതെ മോഹൻ ഭഗവത് പറഞ്ഞ് അതിനുശേഷമാണ് ഈ രാജ്യത്തുടനീളം ഇങ്ങനെ ഓരോ ഇഷ്യൂ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന കണ്ടപ്പോഴാണ് മോഹൻ ഭഗവത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞത് എല്ലാ പള്ളികളുടെയും അടിയിൽ ശിവലിംഗം നോക്കേണ്ടതില്ല. അതിൻ്റെ അകത്ത് ആ മെസ്സേജ് വളരെ ക്ലിയറാണത്. ഇനി അതിൻ്റെ അകത്ത് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹം ഇതിൻ്റെ കാര്യം പറഞ്ഞു, താജ്മഹലിൻ്റെ കാര്യം പറഞ്ഞു. PN നോക്കിൻ്റെ ഒരു പുസ്തകത്തിലാണ് ഈ താജ്മഹൽ തേജോമഹാലയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാദമുള്ളത്. ഞാൻ ആ പുസ്തകം പൈസ കൊടുത്ത് മേടിച്ച് എൻ്റെ കയ്യിലുണ്ട് ആ സാധനം. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചതാണ്. അത് അബ്സല്യൂട്ട് ട്രാഷാണ്, ചവറ് പുസ്തകമാണത്. അതിൻ്റെ അകത്തേത് ചവറ് വാദങ്ങളുമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാദങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം താജ്മഹൽ കണ്ടിട്ടുണ്ട്. അത് PN നോക്കിൻ്റെ വാദം, PN നോക്കിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഫോൾസ് ആർഗ്യുമെൻ്റാണ്, വെറും സൂപ്പർസ്റ്റിഷ്യസുമാണത്. സംഘപരിവാർ ഒരിക്കലും അതിൻ്റെ പിന്നിൽ പോയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ നാട്ടിൽ ഇഷ്ടംപോലെ ഫ്രിഞ്ച് എലമെൻസ് ഉണ്ട്. അവർ ശ്രീരാമസേന എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഹിന്ദു സേന എന്ന് പറഞ്ഞൊരു പേരിട്ടാൽ ആർക്ക് ഈ രാജ്യത്തത് ചെയ്യാൻ കഴിയാത്തത്? അജിംസെ എനിക്കോ നിങ്ങൾക്കോ വേണമെങ്കിൽ നാളെ ഇവിടെ ലക്ഷ്മണസേന എന്നും പറഞ്ഞുകൊണ്ടൊരു സംഘടന ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് RSSൻ്റെ തൊഴുത്തിൽ കൊണ്ട് കിട്ടുന്നത് എന്തിനാണ് നിങ്ങൾ? അതിൻ്റെ അകത്ത് വ്യക്തമായ ഉദ്ദേശവും അജണ്ടയുമുണ്ട്. എന്നാൽ അയോധ്യ, മധുര, കാശി ഇതിൽ സംഘപരിവാർ കൃത്യമായിട്ട് ഇറങ്ങിയത് തന്നെയാണ്. അല്ലാതെ വേറെ ആരും മറ്റാരോ ചെയ്തത് പിന്നീട് സംഘപരിവാറിലേക്ക് ബഹുമാനപ്പെട്ട ഷിബു മീരൻ പറഞ്ഞ പോലെ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ഹിന്ദു സേന, ശ്രീരാമസേന, ഹനുമാൻ സേന ഇങ്ങനെ ഓരോരുത്തർ ചെയ്തത് പിന്നീട് സംഘപരിവാർ അങ്ങോട്ട് വളർന്നു വന്ന് സംഘപരിവാർ ഏറ്റെടുത്തതല്ല. തുടക്കം മുതൽ സംഘപരിവാർ വളരെ ക്ലിയറായിട്ട് അതിൻ്റെ അകത്തുണ്ട്, നയം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ സംഘപരിവാറിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ നയം പറയും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിലകൊള്ളുന്ന പാർട്ടിയുടെ നയങ്ങൾ തന്നെയാണ്. ആ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി 2ാമത്തെ പ്രാവശ്യവും യോഗി ആദിത്യനാഥിനെ അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, പരിപാടികൾ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനിയും ഇവർ പറയുന്ന വേറൊരു രസകരമായൊരു കാര്യം പറയും. ഇപ്പം അവിടെ ഒരു ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ഉത്തർപ്രദേശിൽ 10 7 സീറ്റിലും BJP ആണ് ജയിച്ചത്. അതിൽ ഏറ്റവും രസകരമായ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. കുന്ദാർക്കി ലോക്സഭാ സീറ്റിൽ ആരാണ് ജയിച്ചത്? കുന്ദാർക്കി ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% മുസ്ലിം പോപ്പുലേഷനുള്ള സീറ്റ് ഉള്ള ഇതാണ്. അവിടെ 12 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ 11 പേരും മുസ്ലിങ്ങളാണ്. ഏക ഹിന്ദു സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിച്ചത് ഒരു അസംബ്ലി മണ്ഡലത്തിലാണ്. ആലോചിച്ച് നോക്കണം, ഒരു അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം കൈവെക്കുന്നുണ്ട്. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. ഇവരിപ്പോൾ അതിന് പല പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വാദങ്ങളുണ്ടെങ്കിൽ, തർക്കങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ പോവുക. ഈ നാട്ടിൽ കോടതിയുണ്ടല്ലോ. ഇവരാരെങ്കിലും ഇതിൻ്റെ വോട്ടിംഗ് മെഷീൻ്റെ വിശ്വാസ്യതയെ പറ്റി ഇവിടെ കോടതിയിൽ പോയപ്പോൾ രണ്ടാമത് വന്ന സ്ഥാനാർത്ഥിക്ക്, രണ്ടാമതും മൂന്നാമതും വന്ന സ്ഥാനാർത്ഥിക്ക് അവർക്ക് റീകൗണ്ടിങ് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. അവർക്ക് നിയമപരമായ പല ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഈ മാധ്യമങ്ങളിലും അവിടെ ഇവിടെ ഇരുന്ന് പറയുന്ന മാതിരി എന്നല്ലാതെ ആകെപ്പാടെ പറയുന്നത് എന്താണ്? ഇത്രയും മുസ്ലിങ്ങളുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല. ഇതാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അതേപോലെ ഹിന്ദുക്കളുടെ മാത്രം വോട്ട് നേടിയാണോ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലിരിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ കാര്യങ്ങളെ അതിൻ്റേതായ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുക. തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും, രാഷ്ട്രീയ അജണ്ടകളുണ്ടാകും, നയങ്ങളുണ്ടാകും. അതിനനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഇദ്ദേഹത്തിനൊക്കെ ഷിബു മീരാനൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നു. ആ നിലപാടിനെ ഇതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്താണ് സുഹൃത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദുസേന, ശ്രീരാമസേന ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ, ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങളുടെ അജണ്ട അംഗീകരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് എന്നുകൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാം. മനസ്സിലാക്കിയാലും മിണ്ടാൻ പറ്റില്ല എന്നറിയാം. ഞാനീ പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സംഘപരിവാർ ഒരു രഹസ്യമായിട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ച് പതുക്കെ അതിലേക്ക് കയറേണ്ട കാര്യം ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ സംഘപരിവാർ. സംഘപരിവാറിന് ഒന്നും രണ്ടും അല്ല, 100 വർഷത്തെ ചരിത്രമുണ്ട് ഈ രാജ്യത്തെ RSSന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്. 100 വർഷം മുമ്പ് എങ്ങനെയാണോ തുടങ്ങിയത്, എന്ത് പ്രഖ്യാപനത്തോടെയാണോ തുടങ്ങിയത്, എന്ത് നയങ്ങളോടെയാണോ തുടങ്ങിയത്, അതിന്നും അങ്ങനെ തന്നെ നിൽക്കുക. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഘടനയില്ല. ലോക ചരിത്രത്തിൽ 100 വർഷം മുമ്പുള്ള മുസ്ലിം ലീഗ് ആണോ നിങ്ങൾ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ്? അങ്ങനെയൊക്കെ ചലഞ്ച് ചെയ്യല്ലേ ഷാബു പ്രസാദ്? അങ്ങനെ പറയാം. അല്ല, RSS 100 വർഷം മുമ്പുണ്ടായിരുന്ന നയമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നാഗ്പൂരിലെ ആസ്ഥാനത്ത് എന്നാണ് ത്രിവർണ്ണ പതാക ഉയർന്നത്? എന്നാണ് ദേശീയഗാനം പാടാൻ? നാഗ്പൂർ ആസ്ഥാനത്ത് എന്നുള്ളതല്ല, ഈ നാട്ടിലെ ഇതിൻ്റെ നമ്മുടെ ഫ്ലാഗ് കോഡ് മാറുന്നത് വരെ ആർക്കും അങ്ങനെ ഉയർക്കാൻ കഴിയില്ലായിരുന്നു. അജിംസേ, ദേശീയ പതാകയുടെ കാര്യമാണ്. ദേശീയ പതാക അല്ല, ഈ RSS ദേശീയ പതാക അംഗീകരിച്ചിരുന്നോ? അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ദേശീയ പതാക അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ അജിംസേ, രാഷ്ട്രീയവും നിങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെ ആകാം. ഇതുപോലെ വിവരക്കേട് പറയുന്നത് വിവരക്കേടല്ല, രാജ്യത്തിന്റെ കൊടിയാവേണ്ടതെന്ന് പറഞ്ഞ RSS തന്നെയാണ്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ ഒരു സംഘടനയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച്, നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അല്ല വേറെ ഒന്നും വന്നല്ല. അങ്ങനെ ഒരു സംഘടനയ്ക്ക് ഏതെങ്കിലും ഗാന്ധിവാദത്തിന് ശേഷം RSSന്റെ നിരോധനം നീക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേൽ നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആ ഭരണഘടന ഒന്ന് കാണാൻ കഴിയുമോ നമുക്ക്? കാണിച്ചു തരാം. ഞാൻ പറയാം. ഒറ്റ മിനിറ്റ്. 1948 RSSന്റെ നിരോധനം നീക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് RSS ഭരണഘടന ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് ഒരു പരിധി വരെ ശരിയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, 1948 ഈ രാജ്യത്തിനൊരു ഭരണഘടന ഇല്ല അജിംസേ. ഈ രാജ്യത്തിനൊരു ഭരണഘടന ഇല്ല. അങ്ങനെ എല്ലാ സംഘടനകൾക്കും കൃത്യമായ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാകണമെന്ന നിയമവും അന്ന് ഈ രാജ്യത്തില്ല. രാജ്യത്തിനില്ലാത്ത ഭരണഘടന ഇല്ലാത്ത ഇതാണോ ഉള്ളത്? എന്നിട്ട് അല്ല, ശരി, ഉണ്ടാക്കണം. ഭരണഘടന വേണം.
ഭരണഘടന വേണം എന്ന് പറഞ്ഞു, ഭരണഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, ഭരണഘടന ഉണ്ടാക്കി. ഇനി നിങ്ങൾക്ക് ഭരണഘടന കാണണോ? നിങ്ങൾക്ക് കാണണോ? അജിംസിന് കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ആഹാ, പിന്നാണോ പറഞ്ഞ കിട്ടുന്നില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുന്നത്? പ്രചരിപ്പിക്കുക, അത് കാണാനേ കിട്ടാറില്ല. എവിടെയല്ല RSSന്റെ വെബ്സൈറ്റിൽ പോയപ്പോൾ അല്ല, മുസ്ലിം ലീഗിന്റെ വെബ്സൈറ്റിൽ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയുടെ PDF കിട്ടുമോ? ഷിബു മീരാനോട് ചോദിക്കാം. അല്ല, ഷിബു മീരാൻ കിട്ടുവോ? ഏത് സംഘടനയുടെ വെബ്സൈറ്റിലാണ് ആ സംഘടനയുടെ ഭരണഘടന കിട്ടുക? എനിക്കൊരു സമയമുണ്ടല്ലോ, അവിടെ പോയാൽ ലൈബ്രറി പോയാൽ അല്ല, അത് അതായത് ഭരണഘടന വെബ്സൈറ്റിൽ ഉണ്ടാവണമെന്നും ഇല്ലെന്ന് അങ്ങനെ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണത്. നിങ്ങൾക്ക് ഭരണഘടന വേണം. RSSന്റെ ഭരണഘടന അല്ല, അജിംസിന് എവിടുന്നാണ് കിട്ടിയത്? അജിംസിന് എവിടുന്നാണ് RSSന്റെ ഭരണഘടന വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. RSSന്റെ നിലപാടുകളെ കുറിച്ച് ഇതൊന്ന് വ്യക്തമാക്കാം. ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. എനിക്കും ഒരു ക്ലാരിറ്റി വേണം. അത് കഴിഞ്ഞിട്ട് പോവാം. അജിംസ് RSSന്റെ ഭരണഘടന കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അജിംസിന് എവിടുന്നാ കിട്ടിയത്? ഞാനത് തപ്പിയെടുത്താണ്. അജിംസിന് തപ്പിയെടുക്കാവുന്ന ഭരണഘടന ഈ രാജ്യത്തെ ഏത് പൗരനും തപ്പിയെടുക്കാവുന്ന സാധനമാണ്. അല്ല, അജിംസിന് 6ാം ഇന്ദ്രിയമൊന്നുമില്ലല്ലോ. അല്ലല്ല, 100 വർഷമായി RSSന്റെ പോളിസികൾ മാറ്റി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഗോഡ്സെ ഗാന്ധിയെ കൊന്നു. ഗോഡ്സെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയാറ്. അദ്ദേഹം RSSകാരനല്ല, സംഘമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, പക്ഷേ ഇതേ ഗോഡ്സെ കൊന്ന ഗാന്ധിയെ അല്ല ആദ്യം കൊല്ലേണ്ടത്, നെഹ്റുവിനെ ആയിരുന്നു എന്ന് ഒരു RSSകാരനും BJP-കാരനും ലേഖനം എഴുതാൻ കഴിയും. അതാണ് അതിന്റെ പ്രശ്നം. ഒരു കാര്യമുണ്ട്, ഇവിടെ വേണമെങ്കിൽ ഈ രാജ്യത്ത് ലേഖനം എഴുതാനും അല്ലെങ്കിൽ അവരവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കാനും ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ജിംസെ, RSSന്റെ നയം വ്യക്തമാക്കേണ്ടത് ആരാണ്? RSSന്റെ ദേശീയ കാര്യകാരിയാണ്, RSSന്റെ സർസംഘചാലകാണ്, അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണത്. എന്തായാലും ഒരു കാര്യം, അജിംസിന് വായിക്കാനും പഠിക്കാനും കിട്ടിയ RSSന്റെ ഭരണഘടന ഈ രാജ്യത്തെ ഏത് പൗരനും കിട്ടും. അജിംസിനല്ലാതെ 6ാം ഇന്ദ്രിയം ഒന്നുമില്ല. ശരി. ശ്രീ പ്രശാന്ത്, ഇവിടെ ഈ ഹർജികൾ കീഴ്ക്കോടതികൾ ഫയൽ സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസം, അതിൽ ഒരു സിവിൽ തർക്കത്തിൽ ഒരാളുടെ വിശ്വാസം പരിഗണനാ വിഷയമാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അജ്മീറിൻ്റെ കാര്യത്തിലാകട്ടെ, അജ്മീറിലെ ഹർജിക്കാരൻ പറയുന്നത് അവിടെ ജീവിച്ചിരുന്ന ഒരാൾ ഇതൊരു ക്ഷേത്രമായിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ, അതുകൊണ്ട് ഇത് ഈ ഹർജി പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. ഈ പുസ്തകം ഞാൻ ഇപ്പോൾ RSSന്റെ ഭരണഘടന കണ്ടുപിടിച്ച പോലെ ഈ പുസ്തകം ഞാൻ തപ്പിയെടുത്ത് വായിച്ചു, കുത്തിയിരുന്ന് വായിച്ചു. അവിടെ എവിടെയും അയാളത് പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഹുമയൂണിൻ്റെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ ഈ ദർഗ ഹിന്ദു രാജാക്കന്മാരാണ് പൂർത്തിയാക്കിയതെന്ന് പോലും അയാൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയും ഈ AD 1200 തുടങ്ങിയ ദർഗാ നിർമ്മാണം ബ്രിട്ടീഷുകാരുടെ കാലം വരെ നീണ്ടു. ഇത്ര നൂറ്റാണ്ടുകൾ നീണ്ട എവിടെയും ഇല്ലാത്തൊരു തർക്കം ഈ പുസ്തകത്തിലുണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഒരു അർജി കൊടുത്താൽ പോലും കോടതികൾ ഇത് സ്വീകരിക്കുകയാണ്. ഇതെങ്ങോട്ട് പോകും? അതാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ ഈ നമ്മൾ കാണുന്നത് പോലെ വളരെ ചെറിയൊരു പ്രശ്നമല്ല ഇത് അജീംസ്. ഇത് നമ്മുടെ രാജ്യം മുന്നോട്ട് എങ്ങനെ പോകണം എന്ന കൃത്യമായൊരു ദിശാബോധം നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമരത്തിലുണ്ടായ അത്രയും പുഴ ഒഴുകിയത്, ഈ വിഭജനം നടന്നത് ഒക്കെ കണ്ണിൽ കണ്ട ആളുകളാണ് നമുക്കൊരു ഭരണഘടന തന്നത്. ആ ഭരണഘടനാ നിർമ്മാതാക്കൾ റിയലൈസ് ചെയ്ത കാര്യം, ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് പോകണമെങ്കിൽ, ഒറ്റ നേഷനായിട്ട് നിൽക്കണമെങ്കിൽ ഇത്രയധികം വൈവിധ്യങ്ങളുള്ളൊരു രാജ്യം, ഈ രാജ്യം യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അത്രയും വൈവിധ്യമാണ് ഒരു പഞ്ചാബിയും മദ്രാസിയും തമ്മിലുള്ളത്. പല ബ്രിട്ടീഷ് സിവിൽ സർവൻസ് ഒക്കെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നേഷൻ അല്ല, അത് പല നേഷൻസാണ്. ഈ ഒരു രാജ്യത്തെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ, വിവിധ ഭാഷാ ന്യൂനപക്ഷങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട്, മഹാത്മാഗാന്ധിയുടെ ഐഡിയ ആയിരുന്നു ഭാഷയുടെ പേരിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ളത്. അത് വളരെ വിഷണറി ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു നടന്നപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ച, പാകിസ്ഥാൻ ഒറ്റ മതത്തിന് വേണ്ടി ഒരു രാജ്യം കൊടുത്തു. അവിടെ പോയിട്ട് ഉറുദു സംസാരിക്കണമെന്ന് മുഹമ്മദ് അലി ജിന്ന സംസാരിക്കുന്നതോടെ ഭാഷയുടെ പേരിൽ വേർതിരിവുണ്ടാകുന്നു. ബംഗ്ലാദേശ് വേറൊരു രാജ്യമായിട്ട് മാറുന്നു. ശ്രീലങ്കയിൽ നമ്മളത് കണ്ടു. ഇത്രയധികം വൈവിധ്യങ്ങളുള്ള രാജ്യത്ത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. LK അഡ്വാനിയുടെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ കരൺ ഥാപ്പർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഡിക്ലറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഇന്ത്യ ഓൾറെഡി ഒരു ഹിന്ദു രാഷ്ട്രം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രം കൂടിയാണ്. കാരണം ഇവിടെ മുസ്ലിങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ.
ഇവിടെ ബുദ്ധിസ്റ്റുകൾക്കും ക്രിസ്ത്യാനികൾക്കും ജെയിൻസിനും എല്ലാം അതേ അവകാശമുണ്ട്. ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ഒക്കെ ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഈ മതങ്ങൾക്കെല്ലാം തുല്യ അവകാശമുള്ള, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും തുല്യ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഓരോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് തമ്മിലടുപ്പിക്കുകയാണോ വേണ്ടതെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇതിൽ അദ്ദേഹം പറയുകയാണ് ഇത് RSSന് യാതൊരു പങ്കുമില്ല. SY ഖുറേഷി, പഴയ ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, RSS ചീഫിനെ പോയി കണ്ടിട്ട് അദ്ദേഹം എഴുതിയിരുന്നു, ഞങ്ങൾ RSS ചീഫിനെ കണ്ടു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണോ എന്നൊക്കെ ചോദ്യം ഉയർന്നു. അല്ല, ഞങ്ങൾക്കൊരു ഭീതിയുണ്ട്, ഇവിടുത്തെ ഈ മുസ്ലിങ്ങൾക്ക് ഒരു ഭീതിയുണ്ട്, അത് RSS ചീഫിനെ ധരിപ്പിക്കാൻ പോയതാണ്, 10 വർഷമായിട്ട് ഭരിക്കുന്നു, വേണമെങ്കിൽ ഇനിയും BJP ഭരണത്തിൽ തിരിച്ചു വരാം. ആ സമയത്ത് അദ്ദേഹം എഴുതി. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു സാമൂഹ്യ അന്തരീക്ഷം വളരെ മോശമാണ്. RSS ചീഫ് അദ്ദേഹത്തിന് അഷുറൻസ് കൊടുത്തത്, ഇല്ല ഞങ്ങൾ കമ്മ്യൂണൽ എലമെൻസിനെതിരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ വരികയാണെങ്കിൽ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകും, ജിഹാദി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾക്കെതിരാണ്, RSS നിങ്ങളുടെ കൂടെ നിൽക്കും, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വരാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് അഷ്വർ ചെയ്തു എന്ന് അദ്ദേഹം SY ഖുറേഷി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? RSSന്റെ സ്റ്റാൻഡ് എന്താണ്? ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഈ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇതൊരു ഫ്രിഞ്ച് എലമെൻ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ RSS അത് കണ്ടം ചെയ്യണ്ടേ? ഭരണത്തിലിരിക്കുന്ന ഭരണകൂടം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനെ കണ്ടം ചെയ്യണ്ടേ? അദ്ദേഹം മണിപ്പൂർ ഇഷ്യൂവിൽ എന്തെങ്കിലും സംസാരിച്ചോ? ഈ ഒരു ഇഷ്യൂവിൽ ഇപ്പോൾ UP വെടിവെപ്പ് നടന്നപ്പോൾ UP മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ലോകത്തെ മീഡിയ ക്രിട്ടിസൈസ് ചെയ്താണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞോ? ഹിന്ദുവിലെ N. റാം പറഞ്ഞിരുന്നു അത് ഇന്ത്യൻ മുസ്ലിങ്ങളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ അദ്ദേഹം സ്റ്റാൻഡ് തിരുത്തി പറഞ്ഞിട്ടുണ്ടോ? പാർലമെന്റിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു? ഞാൻ അങ്ങനെ ഒരിക്കലും ഹിന്ദു മുസ്ലിം എന്നുള്ള വേർതിരിവ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചോദ്യം മുന്നിലില്ലേ? ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണെങ്കിൽ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് എന്തിനാണ് പൂജ നടത്തുന്നത്? ഹിന്ദു പ്രീസ്റ്റുകളെ വിളിച്ച് അത് സവർക്കറുടെ ബർത്ത്ഡേയിലാണ് നടത്തുന്നത്. അത് സിംബോളിക് ആണോ? എനിക്കറിയില്ല. കാരണം ഇവിടെ ഇദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അടിത്തറയിടാനുള്ള പൂജയാണോ അത്? അയോധ്യയിലെ അമ്പലത്തിന് എന്തിനാണ് പ്രധാനമന്ത്രി അടിത്തറയിടുന്നത്? അത് ഭരണകൂടവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, ആ പ്രൈവറ്റ് ഡിസ്പ്യൂട്ട് ആയിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തിനാണ് അവിടെ പോയി അടിത്തറയിടുന്നത്? സുപ്രീം കോടതി അവിടെ ഒരു മസ്ജിദ് പണിയാനായിട്ട് അനുവാദം കൊടുത്തിരുന്നല്ലോ, അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറയും. പ്രധാനമന്ത്രി എല്ലാവരുടെയും കൂടെ പ്രധാനമന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹം ഈ എന്താണ് ഈ ഡിവിസീവ് ആയിട്ടുള്ള, നേരത്തെ ഇതുപോലെ പല സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിരുന്നു. വളരെ നാണം കെടുത്തുന്ന പ്രസ്താവനകളാണ്. കുറച്ചു നാൾ മുമ്പാണ് സുപ്രീം കോടതി ഈ ബുൾഡോസർ രാജിനെതിരെ വളരെ ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തത്. അത് തിരിച്ചു വെച്ച് കൊടുക്കേണ്ടി വരും, കണ്ടംപ്റ്റിന് ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറയേണ്ടി വന്നു. ഈ രാജ്യം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും, രാജ്യത്തെ ജനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗഭാക്കാണ്. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. എനിക്കറിയാം ചില തീവ്രമായിട്ടുള്ള വലതുപക്ഷ ചിന്താഗതിയുള്ളവർ ഷാബു പ്രസാദിനെ പോലുള്ളവരെ പോലും നിരാകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധിയൊന്നും അല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ രാജ്യത്ത് എത്ര കമ്മ്യൂണലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ മഹാത്മാഗാന്ധി ആ ഒരു അതിൽ നിന്ന് എത്ര മാത്രം തിരിഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ശരി, ഷിബുമീരാൻ കൈ ഉയർത്തിയിരുന്നു, എന്താണ്? നമുക്ക് സമയം തീർന്നു. ഞാൻ പറയും ഷാബു പ്രസാദ് പറഞ്ഞു ഇപ്പം ഇതേ അജിംസെ ഇത് ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്, ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണല്ലോ. ഞാൻ ചോദിക്കട്ടെ അജിംസെ, ഒരു സംഘടന, ആ സംഘടനയുടെ പേര് ഹിന്ദു യുവവാഹിനി എന്നാണ്, ഉത്തർപ്രദേശിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ഹിന്ദു യുവവാഹിനിയുടെ ആളുകൾക്ക് നിങ്ങൾ വേണ്ടത്ര സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ റിബലുകളെ മത്സരിപ്പിക്കും എന്ന് ഈ ഹിന്ദു യുവവാഹിനിയുടെ നേതാവ് പ്രസംഗിക്കുകയാണ്. ഹിന്ദു യുവവാഹിനിയുടെ അന്നത്തെ ആ നേതാവ് വളരെ വിദ്വേഷജനകമായ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു. അജിംസെ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ UP ഒരു വലിയ കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത, ഔദ്യോഗികമായി പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരാളായി നിൽക്കാത്ത ഒരാൾ, ഹിന്ദു യുവവാഹിനിയുടെ ഒരു നേതാവ് പെട്ടെന്ന് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. പേര് കൂടി ഞാൻ പറയാം ജിംസെ, യോഗി ആദിത്യനാഥ് എന്നാണ്. ഇവർ ഈ തള്ളി പറയുന്ന ഹിന്ദു സേന, ശ്രീരാം സേന, ബജ്രംഗ് ദള്, അത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഉത്തോലകം കണക്കെ ഇവർ നിയന്ത്രിക്കുന്നതാണ്. ഇപ്പൊ മിഥുൻ ചക്രവർത്തി BJPയുടെ ഒരു രാജ്യസഭ MP ആയിരുന്നല്ലോ. അത് ബംഗാളിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒരു മാസം ഒരു യോഗത്തിൽ പ്രസംഗിക്കാണ്. ആ യോഗത്തിൽ
മിണ്ടാതിരിക്ക് ഷാപ്രസാദ്, ഞാൻ പറയട്ടെ. BJP ആ യോഗത്തിൽ സമയം മിഥുൻ തീരുന്നുണ്ടായിരുന്നു. ചക്രവർത്തി പ്രസംഗിക്കുന്നത് ഷിബു യോഗി ആദിത്യനാഥ് മുമ്പേ എം പിയാണ്, BJP എം പിയാണ്. പക്ഷേ ഹിന്ദു യുവവാഹിനി ഒരു സംഘപരിവാർ പ്രസ്ഥാനമല്ല, അത്രേ ഉള്ളൂ. ആ പ്രസംഗം കേട്ടിരിപ്പുണ്ടായിരുന്നു. ആ പ്രസംഗം കേട്ടിരുന്നത് അമിത്ഷായാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. മിഥുൻ ചക്രവർത്തി വിദ്വേഷം പ്രസംഗിക്കുമ്പോൾ അമിത്ഷാ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഈ ഫ്രിഞ്ച് എലമെന്റ്സിനൊക്കെ തരം പോലെ വളമിട്ട് കൊടുത്തവരാ ഇവര്. കാഡ്കെ ബേഗ് ദെങ്കെ, വെട്ടി തുണ്ടം തുണ്ടമാക്കും എന്ന് മിഥുൻ ചക്രവർത്തി പ്രസംഗിക്കുമ്പോൾ ബംഗാളിലെ ഇലക്ഷൻ വേദിയിൽ അമിത്ഷാ ഇരിപ്പുണ്ടായിരുന്നു. ഷാബു പ്രസാദ്, ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി, ഇവിടുത്തെ ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും കാവൽക്കാരൻ. നിങ്ങൾ തലയാട്ടി ചിരിച്ചവരാ. ഈ ഫ്രിഞ്ച് എലമെന്റ്സിനെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത് നിങ്ങളാണ്. നിങ്ങൾ പിറകിലിരുന്ന് നാടകം കളിക്കാണ്, പാവക്കൂത്ത് കാണാണ്. എങ്ങനെ നിങ്ങൾ ഈ കാശിയും മധുരയും പറയാ? രാജ്യത്ത് നിയമമുണ്ടല്ലോ 91 ആരാധനാലയ സംരക്ഷണം. എന്തായാലും രാജ്യത്തെ കോടതികൾ ഇത്തരം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോടതികൾ പോലും ഇത്തരം ഹർജികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദുഃഖകരവുമായ വസ്തുത. വളരെ നന്ദി ശ്രീ ഷിബു മീരാൻ, ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് പ്രശാന്ത് ഇത്രയും സംസാരിച്ചതിന് ഇടവേള.